വളർത്തി വലുതാക്കിയ അച്ഛനെ മകൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു മർദ്ദനം. ഒറ്റശേഖരമംഗലം സ്വദേശിയും മുൻ KSRTC ജീവനക്കാരനുമായ M. ചന്ദ്രനാണ് ഇതുപോലെ പലപ്പോഴായി ക്രൂരതയ്ക്കിരയായത്. രോഗിയായ ചന്ദ്രനെ മകൻ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നാണ് മകൾ അഞ്ജന ഷിബുവിന്റെ പരാതി. വീട്ടിൽ ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്ന ചന്ദ്രനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിരുന്നു ശ്രമം. സ്വത്ത് ഭാഗം വയ്ക്കുന്നതിലുള്ള തർക്കമായിരുന്നു എല്ലാത്തിനും തുടക്കം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ചന്ദ്രനെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ സ്വന്തം കടമുറിയിൽ കണ്ടെത്തിയത്. എന്നാൽ ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും കൂടി അച്ഛനെ നിരന്തരം മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അച്ഛനെ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുമ്പോഴേക്കും അത് പറയുമായിരുന്നു. പക്ഷേ ശാരീരികമായിട്ട് ഉപദ്രവിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അത് ഈ വീഡിയോ കണ്ടതിന് അച്ഛൻ്റെ മരണശേഷമാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അതിനുശേഷമാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. എല്ലാം ചേട്ടന് സ്വന്തമായിട്ട് വേണമെന്ന് ഉള്ള ഒരു വാശിക്ക് പുറത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ പല തവണയും ഈ മാനസികമായിട്ടൊക്കെ ഉപദ്രവിച്ച് ശാരീരികമായിട്ട് ഉപദ്രവിച്ച് അച്ഛനെ ഇറക്കി വിടാനൊക്കെ ശ്രമിച്ചു. വീട്ടിൽ നിന്നൊക്കെ ശ്രമിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പരാതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അരിയങ്കോട് പോലീസ് സ്റ്റേഷനിൽ, അച്ഛൻ്റെ അവിടെ അരിയങ്കോട് പോലീസ് സ്റ്റേഷൻ, അവിടെയും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. RDIക്ക് പരാതി കൊടുത്തു. ചന്ദ്രന്റെ മരണത്തിൽ ആര്യങ്കോട് പോലീസ് തുടക്കത്തിൽ നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്നും ഇവർ പറയുന്നു. ചന്ദ്രൻ നേരിട്ട ക്രൂരപീഡനം മകൻ അനീഷ് കുമാറിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തായിട്ടുണ്ട്. പ്രശ്നമായി ഞാൻ ചവിട്ടിയെടുത്ത് ഭയങ്കര സമ്മതിച്ചില്ല. ഞാൻ അച്ഛനകത്ത് കയറാൻ സമ്മതിച്ചില്ലെന്ന്. അങ്ങനെ അവിടെ കിടന്ന് വേണ്ട ബഹളമായി. പിന്നെ പോലീസ് വന്ന് അവിടെ കിടന്ന് ഭയങ്കര ഷോ. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി നാട്ടുകാരെ ചീത്ത വിളിച്ചോണ്ട് കിടക്കുക. എനിക്ക് മുകളിൽ കയറാൻ പറ്റൂല. എന്റെ പൈസ കയറാൻ പറ്റൂല. തെളിവുകളെല്ലാം നൽകിയിട്ടും ആര്യങ്കോട് പോലീസ് മതിയായ വകുപ്പുകൾ ഇട്ടില്ല. DGPക്ക് പരാതി നൽകിയതോടെയാണ് കേസിൽ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ചത്. അച്ഛൻ്റെ അനിയൻ ബഹ്റിലാണ്. അവർ NRI സെല്ല് വഴി DGPക്ക് പരാതി കൊടുത്ത്. അപ്പോൾ ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായത് കാരണമാണ് പിന്നീട് അവർ NRI സെല്ല് വഴി പരാതി കൊടുത്തിട്ട് പിന്നീട് DYSP റാങ്കിലുള്ള ആൾക്കാരെ കൊണ്ട് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു കേസ് വന്നതും അവരെ പ്രതിയാക്കി ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളതും. അങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ ഈ നിലവിൽ അവരെ പ്രതിയാക്കി കേസ് എടുത്തു. ചന്ദ്രൻ ഈ കടമുറി നൽകാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് നിലപാട് മാറ്റിയെന്നും മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് മകന്റെ വിശദീകരണം. എന്റെ അറിവിൽ അത് അടിച്ചതല്ല. ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ചെന്ന് ആ ബുക്ക് പിടിക്കുന്ന അത് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അത് ചിലപ്പോൾ അടിക്കുന്നതല്ല തോന്നിയതാണോ എനിക്കറിയില്ല. തോന്നിയതല്ല, അടിക്കുന്നതാണ്. ഇല്ല, അടിച്ചില്ല, അത് ഉറപ്പാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.